നവകേരളത്തിന്റെ പുതുവഴികളിലേക്ക് ഏറ്റവും സുപ്രധാനമായ കാര്യമായിരിക്കും വിജ്ഞാന കേരളം എന്ന് മന്ത്രി VN വാസവൻ. കോട്ടയം ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ വിജ്ഞാന കേരളം ജില്ലാ കൗൺസിൽ രൂപീകരണവും തുടർ പ്രവർത്തന രൂപരേഖയും സംബന്ധിച്ച് നടന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ അതിവേഗത്തിലുള്ള പുരോഗതിയാണ് കേരളം കൈവരിച്ചത്. എന്നാൽ അതിനനുസരിച്ചുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ വെല്ലുവിളികളുണ്ട്. തൊഴിലന്വേഷകർക്ക് സാധ്യത ഉറപ്പാക്കുന്ന പരിശീലനം വിജ്ഞാന കേരളത്തിലൂടെ സാധ്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. നവകേരളത്തിന്റെ പുതുവഴികളിൽ ഏറ്റവും സുപ്രധാനമാണ് വിജ്ഞാന കേരളം എന്ന കാര്യം സംശയം. അത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമുക്ക് ഓരോ രംഗത്തും പഠിക്കുന്നവർക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിലേക്ക് പോകണമെങ്കിൽ ആ തൊഴിൽ രംഗത്ത് അവർക്ക് കിടേണ്ട ഒരു പരിശീലനം, നൈപുണ്യം പരിശീലനം ഉറപ്പാക്കണം എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ഒരുപക്ഷെ എത്രയോ തലങ്ങളിൽ നമുക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന സാധ്യതകളും സാഹചര്യങ്ങളും നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള നിലവാരത്തിലേക്ക് ഉദ്യോഗാർത്ഥികളെ എത്തിക്കാൻ കഴിയാതെ പോയതിന്റെ പോരായ്മകളാണ് നമുക്ക് നിലനിൽക്കുന്ന അവസ്ഥകളെങ്കിൽ ആ പോരായ്മകൾ തന്നെ പരിഹരിച്ചുകൊണ്ട് ഓരോരുത്തരെയും ഈ തൊഴിലവസരങ്ങളുടെ സാധ്യത ഉറപ്പാക്കാൻ കഴിയുന്ന പരിശീലനം, അതോടൊപ്പം തന്നെ അതിനുള്ള വഴികളും തുറക്കുന്ന രൂപം ഇവിടെ വളർത്തിയെടുക്കും. ശേഷം വ്യാപകമായി എല്ലാ പഞ്ചായത്തിലേക്കും പോകുന്ന ഒരു ആശയം കൊണ്ടുവരുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് പ്രാഥമികമായി തോന്നുന്നു. ഏതായിരുന്നാലും ചർച്ചയിലൂടെ നമുക്ക് ആ രൂപത്തിലേക്ക് തീരുമാനങ്ങൾ എടുക്കാം. അപ്പൊ ആദ്യമായി വിഷയം ഇത് അങ്ങാടി വരുന്നാണോ വച്ചു വരുന്നാണോ പലർക്കും അറിയില്ല. മന്ത്രി VN വാസവൻ അധ്യക്ഷനായി വിജ്ഞാന കേരളം ജില്ലാ കൗൺസിലും യോഗത്തിൽ രൂപീകരിച്ചു. ജില്ലയിലെ MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, നഗരസഭാ അധ്യക്ഷർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ, PMU പ്രതിനിധികൾ, യുവജനക്ഷേമ ബോർഡ് പ്രതിനിധികൾ, അസാബ്, കെയ്സ് എന്നിവയുടെ പ്രതിനിധികൾ, പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി മെമ്പർമാരുടെ പ്രതിനിധികൾ എന്നിവർ അംഗങ്ങളായിരിക്കും. തൊഴിലന്വേഷകരുടെ പട്ടിക കോട്ടയം ജില്ലയിൽ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കണമെന്ന് വിഷയാവതരണം നടത്തിയ വിജ്ഞാന കേരളം പദ്ധതി ഉപദേഷ്ടാവ് ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് നൽകുന്നതിനുള്ള സമിതികൾ എല്ലാ കോളേജുകളിലും ഓഗസ്റ്റോടെ നിലവിൽ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ജില്ലയിൽ 2 യോഗങ്ങൾ നടന്നിട്ടുണ്ട്. അതിനു പുറമെ ഇവിടുത്തെ ഒരു 10 പേരെ സംസ്ഥാന തലത്തിൽ പരിശീലനം നൽകി കീ റിസോഴ്സ് പേഴ്സൺമാരായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ സഹായത്തോടു കൂടി ഒരു 200ഓളം പേരെ DRP-മാരായിട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ട്. അഭ്യസ്ത വിദ്യർക്ക് തൊഴിലും വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനവും ഒരുക്കുന്നതിനാണ് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ രൂപീകരിച്ചിട്ടുള്ളത്. നൈപുണിയും തൊഴിലുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ എല്ലാ ഏജൻസികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഒരു മിഷൻ മോഡിൽ പ്രവർത്തിപ്പിക്കുക എന്നതാണ് സമീപനം. നോളജ് എക്കണോമി മിഷനും കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്നാണ് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. യോഗത്തിൽ ചാണ്ടി ഉമ്മൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ, ചങ്ങനാശ്ശേരി നഗരസഭ അധ്യക്ഷ കൃഷ്ണകുമാരി രാജശേഖരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യ സംസ്കരണത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനും സമീപനത്തിനും മാറ്റം വരണമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ശുചിത്വം പുതിയ ഘട്ടത്തിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. നമുക്കറിയാം, നമ്മുടെ ജില്ലയിൽ തന്നെ ഏകദേശം 13% സ്ഥലങ്ങൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയും അതിനകത്ത് വേമ്പനാട് കായലിൻ്റെ 57% സ്ഥലം ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വേമ്പനാട് ജില്ലയിൽ മൊത്തം 250 സ്ക്വയർ കിലോമീറ്റർ ഏരിയയ്ക്കകത്ത് 125 സ്ക്വയർ കിലോമീറ്റർ നമ്മുടെ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിവിധ ഏകദേശം കായലിൻ്റെ ഒരു വ്യാപ്തി പറയുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഏകദേശം നമ്മുടെ ഈ പ്രദേശത്ത് മാത്രം 6 നദികൾ നമ്മുടെ ഈ കായലിലോട്ട് വന്നുചേരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മൊത്തം ഭൂപ്രകൃതി പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 40% സ്ഥലവും ഡ്രെയിൻ ചെയ്യുന്നത് വേമ്പനാട് കായൽ. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയുടെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ എന്താണെന്നുള്ളൊരു വ്യക്തത ഉണ്ടാവണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഡ്രെയിൻ ചെയ്യുന്ന വെള്ളത്തിൻ്റെ കാതലായ ഭാഗം 6 നദികൾ കേരളത്തിൻ്റെ ഏകദേശം 40% സ്ഥലത്തുള്ള വെള്ളം ഡ്രെയിൻ ചെയ്ത് വരുന്നത് ഈ ജില്ലയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും വേമ്പനാട് കായലിന് വലിയൊരു പ്രാമുഖ്യം നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം. മാലിന്യ സംസ്കരണ രംഗത്ത് വരും വർഷം ജില്ലയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന് കളക്ടർ പറഞ്ഞു. പരിഷ്കൃത സമൂഹത്തിൽ മാലിന്യ സംസ്കരണം സുപ്രധാന വിഷയമാണ്. ജില്ലയിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി തന്നെ മുന്നോട്ടു പോകുന്നുണ്ട്.
നിലവിൽ 2 മാലിന്യ സംസ്കരണ പ്ലാന്റുകളും 2 മാലിന്യം ശേഖരിക്കുന്നതിനുള്ള ടാങ്കുകളുമാണ് ഉള്ളത്. ഇത് വർദ്ധിപ്പിച്ചാൽ മാത്രമേ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂവെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ശുചിത്വ മിഷൻ സാനിറ്റേഷൻ വിദഗ്ധൻ എസ് വിപിൻ, സ്റ്റേറ്റ് ക്യാമ്പയിൻ സെൽ എക്സിക്യൂട്ടീവ് അംഗം കെ രവി എന്നിവർ വിഷയം അവതരിപ്പിച്ചു. ടാക്സ് ഫോറം ഡയറക്ടർ രോഹിത് ജോസഫ് മോഡറേറ്ററായി. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സംഗീത, ആലപ്പുഴ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, LSGD ജോയിന്റ് ഡയറക്ടർ S ശ്രീകുമാർ, ശുചിത്വ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറും ജില്ലാ കോർഡിനേറ്ററുമായ KG ബാബു, ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ മുഹമ്മദ് കുഞ്ഞ് ആശാൻ, LSGD ഡെപ്യൂട്ടി ഡയറക്ടർ C അലക്സ്, ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ഉദയവ് സിംഹൻ തുടങ്ങിയവർ പാനൽ ചർച്ചയിൽ പങ്കെടുത്തു. സംഭരിച്ച നെല്ലിന്റെ പണം കർഷകർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് നെൽകർഷക സംരക്ഷണ സമിതിയുടെ പ്രതിഷേധ സമരം. പ്രതിഷേധാഗ്നി എന്ന പേരിൽ നടക്കുന്ന സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചങ്ങനാശ്ശേരിയിൽ നടന്നു. പെരുന്നയിൽ നിന്നും റാലിയായി കർഷകർ കാനറ ബാങ്ക് റീജിയണൽ ഓഫീസ് വളഞ്ഞാണ് ധർണ പ്രതിഷേധാഗ്നി നടത്തിയത്. NKSS സംസ്ഥാന പ്രസിഡന്റ് റജീന അഷ്റഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗം രക്ഷാധികാരി VJ ലാലി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ സമാധാനപരമായി ജോലി ചെയ്യുന്ന ആളുകളാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നന്മയുള്ള മനുഷ്യത്വമുള്ള മുഖമുള്ള കർഷക സുഹൃത്തുക്കളാണ് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ എക്കാലത്തെയും കർഷക സ്നേഹിതർ. കർഷകർ അവരാണ് കേരളത്തിന്റെ പാരിസ്ഥിതിക ഘടകങ്ങളെ നിലയ്ക്ക് നിർത്തുന്ന ആളുകൾ. അവരാണ് ജലസ്രോതസ്സുകളെ പിടിച്ചു നിർത്തുന്ന ആളുകൾ. പ്രത്യേകിച്ചും നെൽകർഷകർ അവരാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടാതെ കേരളത്തെ നന്മയാർന്ന രീതികൾ വരൾച്ചയുണ്ടാകാതെ കൊണ്ടുപോകുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കുന്നത്. പക്ഷെ അതൊന്നും നോക്കാതെ കർഷകർ ഉൽപ്പാദിപ്പിച്ച നെല്ല് പാടശേഖരങ്ങളിൽ കിടന്നു നനയുമ്പോൾ അതിനെ നോക്കാൻ, അവിടേക്ക് കണ്ണുവെക്കാൻ, പരിഹാരമുണ്ടാക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിയുന്നില്ല എന്നുള്ളത് പരിതാപകരമായ അവസ്ഥയാണ്. സംസ്ഥാന ഗവൺമെന്റിന് അത് കഴിയണം. സംസ്ഥാന ഗവൺമെന്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് അത് കഴിയണം. അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഈ പോരാട്ടം. ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന്, വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ, വൈസ് പ്രസിഡന്റുമാരായ P വേലായുധൻ, ലാലിച്ചൻ പള്ളി വാതുക്കൽ, സെക്രട്ടറിമാരായ G സൂരജ്, മാത്യു തോമസ് കോട്ടയം, തോമസ് ജോസഫ് ഇല്ലിക്കൽ, ഷാജി മുടന്താഞ്ചലി, പാപ്പച്ചൻ പൂവം, ശർമ്മ വാലടി തുടങ്ങിയവർ സംസാരിച്ചു. പെരുന്ന ബസ് സ്റ്റാൻഡിൽ മുതിർന്ന കർഷകനായ ജോബ് നേരിയമ്പറമ്പിൽ പകൽപന്തത്തിൽ അഗ്നി പകർന്നുകൊണ്ടാണ് പ്രകടനം ആരംഭിച്ചത്. 100 കണക്കിന് കർഷകർ പ്രകടനത്തിൽ പങ്കെടുത്തു. ഈ മാസം 12 മുതൽ കൃഷി, സിവിൽ സപ്ലൈസ്, കാനറ ബാങ്ക് എന്നീ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിക്കും. 12-ന് ഈ ഓഫീസുകൾക്ക് മുമ്പിൽ കരിങ്കൊടിയും ആവശ്യങ്ങളടങ്ങിയ ബോർഡുകളും സ്ഥാപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. CPI കുട്ടനാട് നോർത്ത് മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ച് രാമഗിരിയിൽ വനിതാ സംഗമം നടന്നു. കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ES ബിജിമോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ പാർട്ടി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ത്രീകൾ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക്, പ്രത്യേകിച്ച് പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്തിന് 50% റിസർവേഷന്, ത്രിതല പഞ്ചായത്തുകളിൽ 50% റിസർവേഷൻ വന്നു. ഇനി ത്രിതല പഞ്ചായത്ത് മാത്രമാണോ? കുടുംബശ്രീ ആരുടെ കയ്യിലാണ്? സ്ത്രീകളുടെ കയ്യിലാണ്. ഒട്ടുമിക്ക കാര്യങ്ങളിലും രാഷ്ട്രീയമായ വിവിധ വിഷയങ്ങളുടെ ഒട്ടുമിക്ക കാര്യങ്ങളുടെയും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നൊരു ബോഡിയായി ഒരു നാട്ടിൽ എന്ത് സംഭവം ഉണ്ടായാലും ആ സംഭവങ്ങളിലൊക്കെ നയപരമായിട്ടുള്ള അഭിപ്രായങ്ങളിൽ ഇടപെടലുകളൊക്കെ നടത്താനായിട്ട് നമ്മുടെ അയൽക്കൂട്ടങ്ങൾക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കും CDSനും ADSനും ഒക്കെ അവസരം കിട്ടുകയാണ്. CDS ADS എന്നുള്ളതല്ല, കുറേയധികം സ്ത്രീകൾ ഇതുവരെ നിങ്ങളാരും അഭിപ്രായം പറയണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന സ്ത്രീകളോട് നാട്ടിലെ വിഷയത്തിൽ, റോഡ് പണിയുന്ന കാര്യത്തിൽ ഒക്കെ ആളുകൾ അഭിപ്രായം ചോദിക്കാൻ തക്കവിധം നമ്മളെ പ്രാപ്തരാക്കി മാറ്റിയതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയൊരു പങ്കുണ്ട്. മഹിളാ സംഘം മണ്ഡലം പ്രസിഡന്റ് ശൈലജ അജികുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ദീപ്തി അജയകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം സാറാമ തങ്കപ്പൻ, മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് അശ്വതി ഗോപിനാഥ്, കുഞ്ഞുമോൾ ശിവദാസ്, ശാന്തിനി വിദ്യാനന്ദൻ എന്നിവർ സംസാരിച്ചു.
ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് പുല്ലങ്കടി പുത്തമ്പറമ്പ് വീട്ടിൽ ശ്യാംകുമാറിന്റെ ജീവൻ രക്ഷിക്കാൻ നാടൊരുങ്ങുന്നു. അപകടത്തെ തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ശ്യാമിനു വേണ്ടി ശനിയാഴ്ച രാവിലെ 9 മുതൽ ധനസമാഹരണം നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി പറഞ്ഞു. അപകടത്തെ തുടർന്ന് തലയിൽ രക്തം കട്ടപിടിക്കുകയും തുടർന്ന് ശ്യാമിന് സ്ട്രോക്ക് ഉണ്ടാവുകയും ചെയ്തു. അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി ഏകദേശം 5 ലക്ഷത്തോളം രൂപ കുടുംബത്തിന് ചിലവ് വന്നു. തുടർന്നുള്ള ചികിത്സയ്ക്കായി വലിയ തുകയാണ് ആവശ്യമായി വരുന്നത്. ഈ സാഹചര്യത്തിലാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബത്തിനായി നാടൊരുമിക്കുന്നത്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ 6, 7, 8 വാർഡുകളിലാണ് ശനിയാഴ്ച ധനസമാഹരണം നടത്തുന്നത്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് പുല്ലങ്കടി പുത്തൻപറമ്പ് വീട്ടിൽ ബാലചന്ദ്രന്റെ മകൻ 38 വയസ്സുള്ള ശ്യാംകുമാർ അതീവ ഗുരുതരാവസ്ഥയിൽ ബിലീവിയസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. തലയിൽ രക്തം കട്ടപിടിക്കുന്ന അസുഖത്തെ തുടർന്ന് അടുത്ത ഒരു ഓപ്പറേഷന് വേണ്ടി നിർധനനായ കുടുംബം കഷ്ടപ്പെടുകയാണ്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 6, 7, 8 വാർഡുകൾ 10/5/2025 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ധനസമാഹരണം നടത്തുന്നു. ഈ ഉദ്യമത്തിനായി നല്ലവരായ നാട്ടുകാരുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് മങ്കമ്പ് അവിട്ടം തിരുനാൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലേക്കുള്ള കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 10ാം ക്ലാസ് പാസ്സായ 15-നും 23-നും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. അസിസ്റ്റന്റ് റോബോട്ടിക് ടെക്നീഷ്യൻ, മൊബൈൽ ഫോൺ ഹാർഡ്വെയർ ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 15-ാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാം. പരമാവധി ദൈർഘ്യം 1 വർഷമായ കോഴ്സുകളെല്ലാം തന്നെ സൗജന്യമാണ്. ശനി, ഞായർ, മറ്റ് പൊതു അവധി ദിവസങ്ങളിലുമായാണ് ക്ലാസുകൾ നടക്കുക. ക്ലാസുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ദേശീയ സർക്കാർ അംഗീകൃത സ്കിൽ സർട്ടിഫിക്കറ്റ് നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 8921032226 9562656868 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഇനിയൊരു ഇടവേള. ഇഷ്ടപ്പെട്ട വെഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഗ്രാമപഞ്ചായത്തുകളുടെ നേട്ടവും കോട്ടവും കണ്ടറിഞ്ഞൊരു യാത്ര ഗ്രാമപഞ്ചായത്തുകളിലൂടെ KCV ന്യൂസ് ചാനലിൽ ശനിയാഴ്ചകളിൽ രാത്രി 9:30, പുനഃസംപ്രേഷണം ഞായറാഴ്ച രാവിലെ 8:30. വാർത്തകൾ തുടരുന്നു. ഇന്നലകളിൽ ഇന്ന്. ഇന്നേ തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾ വഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം. ഇന്നലകളിൽ ഇന്ന്. മെയ് 9 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവും മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവുമായ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ജന്മദിനം. 1889 ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായി. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നതിനോടൊപ്പം സാമൂഹിക പരിഷ്കരണത്തിനും ഗോഖലെ ഊന്നൽ നൽകി. അക്കാലത്ത് കോൺഗ്രസിൽ ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ദാദാഭായ് നവറോജി, ആനി ബസന്റ്, ബാലഗംഗാധര തിലകൻ തുടങ്ങിയ പ്രതിഭകളാണ് ഉണ്ടായിരുന്നത്. ഭാരതത്തിലെ വിദ്യാഭ്യാസ രീതിയുടെ പരിഷ്കരണമായിരുന്നു സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ഉദ്ദേശം. വിദ്യാഭ്യാസപരമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു യുവതലമുറയ്ക്ക് മാത്രമേ ഭാരതത്തെ മോചിപ്പിക്കാൻ സാധിക്കൂ എന്ന് ഗോഖലെ ഉറച്ചു വിശ്വസിച്ചു. ഗാന്ധിജി തന്റെ ഗുരുവിനെ കണ്ടത് ഗോഖലെയിലായിരുന്നു. ഗോഖലെയുടെ അറിവും പെരുമാറ്റവുമെല്ലാം ഇദ്ദേഹത്തിന് കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ദി ഇന്ത്യൻ എംപയർ എന്ന സ്ഥാനത്തിന് അർഹനാക്കി. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ഗോഖലെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. 1912 ഗാന്ധിയുടെ ക്ഷണപ്രകാരം ഗോഖലെ ദക്ഷിണാഫ്രിക്ക സന്ദർശിച്ചു. 1915 ഫെബ്രുവരി 19 തന്റെ 49ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ആസ്വാദക മനസ്സിൽ ചിരിയും ചിന്തയും നിറച്ച് ചലച്ചിത്ര താരം പ്രമോദ് വെളിയനാട് പ്രധാന വേഷത്തിലെത്തിയ നാടകം മാടൻ മോഷം ആലപ്പുഴയിലെ പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത അനുഭവമായി മാറി. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ബീച്ചിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ 3ാം ദിനമായ മെയ് 8 ആലപ്പുഴ മരുതം തിയേറ്റർ ഗ്രൂപ്പിന്റെ മാടൻ മോഷം അരങ്ങേറിയത്.
പ്രേക്ഷകർക്ക് പുതുമയാർന്ന ദൃശ്യാനുഭവമാണ് മികച്ച നാടകം, മികച്ച സംവിധായകൻ, മികച്ച നടൻ എന്നിങ്ങനെ 3 സംസ്ഥാന അവാർഡുകൾ നേടിയ നാടകം സമ്മാനിച്ചത്. ജോബ് മഠത്തിൽ സംവിധാനം ചെയ്ത നാടകത്തിന്റെ രചന രാജ്മോഹൻ നീലേശ്വരമാണ് നിർവഹിച്ചത്. ബി ജയമോഹൻ രചിച്ച മാടൻ മോക്ഷം എന്ന നോവലിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ നാടകം. ജയചന്ദ്രൻ തകഴിക്കാരൻ, ശിവൻ അയോധ്യ, സന്തോഷ് വർഗീസ്, ദീപക് ദീപു, ഋതുദേവ് അയ്യപ്പൻ, അശ്വിൻ കൈരളി, സുനിത, അലീന, പ്രകാശ് ബാബു, വിവേക് വിപിൻ, കെ ബി അജയകുമാർ, ദിവ്യ തമ്പുരു, നിരഞ്ജൻ, നിഖിൽ തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. MLA-മാരായ എച്ച് സലാം, പി ചിത്തരഞ്ജൻ, മുൻ MP AM ആരിഫ്, ചലച്ചിത്ര താരം അനൂപ് ചന്ദ്രൻ എന്നിവരും നിറഞ്ഞ സദസ്സിന്റെ ഭാഗമായി നാടകം ആസ്വദിച്ചു. മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷൻ ലഹരി വിരുദ്ധ കേരള സന്ദേശയാത്രയ്ക്ക് ഈ മാസം 11-ന് ആലപ്പുഴയിൽ സ്വീകരണം നൽകും. ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി എന്ന ആപ്തവാക്യവുമായി മെയ് 4-ന് കോഴിക്കോട്ട് നിന്നുമാണ് യാത്ര ആരംഭിച്ചത്. 11-ന് വൈകിട്ട് 4:30 ആലപ്പുഴ ബീച്ചിൽ നടത്തുന്ന സംഗമം പൊതുപ്രവർത്തകൻ ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള ഉദ്ഘാടനം ചെയ്യും. ഫൗണ്ടർ പ്രസിഡന്റ് സജീഷ് കുട്ടനെല്ലൂർ അധ്യക്ഷത വഹിക്കും. തലമൊട്ടയടിച്ചവരുടെ ആഗോള മലയാളി സംഘടനയാണ് മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷൻ. 34 രാജ്യങ്ങളിലായി 1400-ലേറെ സന്നദ്ധ പ്രവർത്തകർ സംഘടനയുടെ ഭാഗമാണ്. മനുഷ്യരെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സംഘടനയാണ് മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷൻ. മെയ് 18-ന് രാവിലെ 10-ന് സെക്രട്ടേറിയറ്റ് പരിസരത്ത് സാമൂഹ്യ സാംസ്കാരിക നേതാക്കളുടെ സാന്നിധ്യത്തിൽ യാത്ര സമാപിക്കും. ലഹരിമുക്ത കുട്ടനാട് എന്ന ആശയ പ്രചരണത്തിന്റെ ഭാഗമായി ചമ്പക്കുളം പോരൂർക്കര CMI കോളേജിൽ അന്തർ സംസ്ഥാന വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു. കേരളത്തിലെ 9 പ്രമുഖ കോളേജുകളിലെ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. കുട്ടനാടൻ ജനതയെ ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ അണിനിരത്തുവാനുള്ള ദൌത്യമായാണ് പോരൂക്കര CMI കോളേജും ചമ്പക്കുളം എക്സ് സർവീസ് മെൻ ക്ലബും ചേർന്ന് സംസ്ഥാനതല വോളിബോൾ മത്സരം സംഘടിപ്പിച്ചത്. ഒരാഴ്ച നീണ്ടുനിന്ന മത്സരത്തിൽ 9 ടീമുകൾ പങ്കെടുത്തു. എല്ലാ ദിവസവും മത്സരത്തിന് മുൻപായി എക്സൈസ്, പോലീസ് വകുപ്പുകൾ ലഹരിക്കെതിരായ സന്ദേശം കാണികൾക്ക് നൽകി. മത്സരത്തിൽ കോഴിക്കോട് ദേവഗിരി കോളേജ് വിജയികളായി. വിന്നറിനുള്ള മറ്റൊരു ട്രോഫി പോരൂക്കര വോളിബോൾ ടൂർണമെന്റിലെ പോരൂക്കര എവറോളിംഗ് ട്രോഫി ഡൊണേറ്റഡ് ബൈ പോരൂക്കര CMI കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡി ഏർപ്പെടുത്തിയ ട്രോഫിയും ഇവർക്ക് നേടുകയാണ് ദേവഗിരി കോളേജ് കോഴിക്കോട്. ദിവ്യശ്രീ കറുവക്കുളത്തിൽ ഗീവർഗീസ് കത്തനാരുടെ പൗരോഹിത്യത്തിന്റെ 130-ാം വാർഷികവും കുടുംബ സമ്മേളനവും മെയ് 11 ഞായറാഴ്ച പാലാ രാമപുരം സെയിന്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിൽ നടക്കും. രാവിലെ 9 മണിക്ക് കുടുംബാംഗങ്ങളായ വൈദികർ ചേർന്ന് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. സമ്മേളനത്തിൽ കറുകക്കളം കുടുംബയോഗത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യും. മാണി സി കാപ്പൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കുടുംബയോഗം ഭാരവാഹികൾ സമ്മേളനത്തിന് നേതൃത്വം നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 9,015 രൂപ, പവന് 72,120 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.